പാലക്കാട് കോൺഗ്രസ് കൌൺസിലർ പ്രശോഭിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ദലിത് യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പീഡനം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ യുവതി പോലീസിന് കൈമാറി പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പൻ അറിയിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് പാലക്കാട്ടെ കോൺഗ്രസ് കൌൺസിലറായ പ്രശോഭ് 3 തവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം പ്രശോഭിനെതിരായ പരാതി തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണായുധമാക്കുകയാണ് LDFും BJPയും. പ്രശോഭിന് ഷാഫി പറമ്പിലുമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള സൗഹൃദം ഉയർത്തിപ്പിടിച്ചാണ് പ്രചാരണം. പിഷാരടിയുമൊത്തുള്ള ചിത്രങ്ങളും പരമാവധി പ്രചരിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം അടിയന്തരമായി ഇടപെട്ട് പ്രശോഭിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പാർട്ടിക്ക് നമുക്ക് എന്താ ചെയ്യുക? അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുക, അതാണ് ചെയ്യുക. മര്യാദയ്ക്ക് ധാർമ്മികത കണ്ട് രാജിവെക്കാണെങ്കിൽ അത് അയാൾ തീരുമാനിക്കട്ടെ. പ്രശോഭിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രതികരിച്ചു. താൻ പീഡിപ്പിക്കപ്പെട്ട യുവതിക്കൊപ്പമാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായുള്ള ലൈംഗിക അതിക്രമ കേസുകൾക്ക് പിറകെ പാലക്കാട്ടെ കോൺഗ്രസ് കൌൺസിലർക്കെതിരെ കൂടി സമാന പരാതി ഉയർന്നു വന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മീഡിയ 1 പാലക്കാട്.